ജോസേട്ടാ ഈ ചെള്ളിന്റെ കൂടിനെ പറ്റിയിട്ട് അതൊന്ന് വിശദീകരിച്ചേ. ഈ തെങ്ങിന് 2 തരം വണ്ടുകളുടെ ശല്യമാണ് ഏറ്റവും കൂടുതലുള്ളത്. ഒന്ന് കൊമ്പൻ ചെല്ലി എന്ന് പറയും, കറുത്ത വണ്ട്, കണ്ടാമൃഗത്തിൻ്റെ മാതിരി ഒരു കൊമ്പുള്ളതാണ്. വേറെ ഒന്ന് ചെമ്പൻ ചെല്ലി, അതൊരു മഞ്ഞ നിറത്തിലുള്ളതാണ്. ഈ കൊമ്പൻ ചെല്ലി കുരുത്തോല ആ ഭാഗത്ത് വന്ന് അത് നശിപ്പിച്ച് പോവുള്ളൂ. തെങ്ങ് സാധാരണഗതിയിൽ പോവില്ല. അത് പട്ടെല്ലാം ഇങ്ങനെ ആ ഈ ഇതില്ലേ ടെൻഡർ ലീഫായിട്ടുള്ളത് കുരുത്തോല വെട്ടി ഇങ്ങനെ കത്രി കൊണ്ട് വെട്ടി മാരിയാവും കൊമ്പൻ ചെല്ലി കയറിയാൽ. ചെമ്പൻ ചെല്ലി പല വിധത്തിലും എന്തെങ്കിലും ഈ തെങ്ങിൻ്റെ തടിയിൽ എന്തെങ്കിലും ഡാമേജ് വെട്ടി കുത്ത ഉണ്ടെങ്കിൽ അതിലേക്ക് കയറി വരും. അല്ലെങ്കിൽ ഈ തെങ്ങിൻ്റെ പട്ട നീളം കുറച്ച് വെട്ടുകയാണെങ്കിൽ ആ വെട്ടിയ ഭാഗത്ത് കൂടെ അവർ ഈസി ആയിട്ട് കയറി തെങ്ങിൻ്റെ മണ്ടയിൽ കയറി അവിടെ നിന്ന് അതെല്ലാം തിന്നു കഴിഞ്ഞിട്ട് ഗ്രോ ചെയ്യും എന്നൊരു ഭാഗമുണ്ട്, മെരിസ്റ്റം എന്ന് ഞങ്ങളുടെ ഭാഷയിൽ പറയും. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് അത് മറിഞ്ഞ് വീഴുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇവിടെ പോയി നോക്കിയിട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ പുതിയതായിട്ട് ഫിറമോൺ ബെയ്റ്റ് എന്ന് പറഞ്ഞ് അട്രാക്റ്റ് ചെയ്യണ ഇതുമാതിരി അതിൻ്റെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ഈ പെൺപട്ടി ഇത് ചെയ്യണ സമയത്ത് നോക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ ആൺപട്ടികൾ പോകുന്ന ഒരു നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതേ പ്രിൻസിപ്പിൾ വെച്ചിട്ട് അത് ഈ ഹോർമോൺ പ്രത്യേകമായിട്ട് സിന്തസൈസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ എടുത്തു കഴിഞ്ഞാൽ പോയാൽ പറ്റുമോ? ആ സാധനം ഇതിനകത്ത് വെച്ച് വെള്ളവും വാഷിംഗ് പൗഡറും ഒക്കെ ഇട്ട്, അപ്പോൾ അത് ഈ മണം കേട്ടിട്ട് ഈ ഹോളിൽ കൂടെ ഇതിൽ കൂടെ പിടിച്ച് കയറി പറന്നിട്ട് ഇതിലേക്ക് വന്ന് വീഴും. ഇങ്ങനെ ഈ വെള്ളവും വാഷിംഗ് പൗഡറും ഇതെല്ലാം ഉള്ള കാരണം കൊണ്ട് ഇൻസെക്ടിസൈഡും എല്ലാം ചത്തുപോകും. അപ്പോൾ നമുക്ക് തെങ്ങിനെ ഒരു പരിധി വരെ അതുകൊണ്ട് നമുക്ക് രക്ഷിക്കാൻ പറ്റും.